ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണോ അല്ലയോ എന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? ഓഡിയബിൾ ആണ് മാം. ഓഡിബിൾ ആണ്. ജിൻസി ആണോ അത്? അതെ 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 മാം. താങ്ക് യു ഫോർ ജോയിനിങ്. കുറെ പേരൊക്കെ ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഐ തിങ്ക് ഞാനൊരു ഒരു ചെറിയൊരു സെഷനെ പറ്റി ഒരു ഇൻട്രോ തന്നിട്ട് നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് കയറാം. സോ മൈസെൽഫ് ഡീന, സൈബ്രിജിന്റെ അക്കാഡമിക് കോഴ്സ് കോർഡിനേറ്റർ ആണ്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഇവിടെ ചെറിയൊരു നെറ്റ് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ ചോദിക്കുന്നത്. Can somebody please Yes, confirm? Yeah, yes, thank yes. you. Thank you. So once again, welcome to the 3-day മിനി കോഴ്സ് ബൈ സൈബ്രിഡ്ജ്. സൈബ്രിഡ്ജ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന 3 ദിവസത്തെ മിനി കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡീന, സൈബ്രിഡ്ജിന്റെ അക്കാഡമിക് കോഴ്സ് കോർഡിനേറ്റർ ആണ്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഇന്ന് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം തന്നെ ഇനി വരുന്ന 2 ദിവസം കൂടെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊരു 3 ദിവസത്തെ മിനി കോഴ്സ് ആയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഈ ഒരു പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പം നമ്മുടെ സൈബർസിന്റെ സ്റ്റുഡൻസ് ഉണ്ട്, അലൂമിനീസ് കുറെ പേരെയൊക്കെ കണ്ടു. അതല്ലാതെ കുറെ പുതിയ ആൾക്കാർ, കേട്ടിട്ടില്ലാത്ത ഐ മീൻ കണ്ടിട്ടില്ലാത്ത പേരിലുള്ളവരും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ അവരോടായിട്ട് ഞാൻ ജസ്റ്റ് സൈബ്രിജിനെ കുറിച്ചൊന്ന് പറയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ ഷെയർ ചെയ്യാണ്. ഞാൻ 5 ഇയർ കൊണ്ട് UGയും PGയും ചേർത്ത് 5 വർഷം കൊണ്ട് സൈക്കോളജി റെഗുലർ ആയിട്ട് പഠിച്ചിറങ്ങിയ ഒരാളാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം വന്നപ്പോഴത്തേന് പലയിടത്തും എനിക്ക് എന്താ പറയുന്നത് അടിതെറ്റിപ്പോയിട്ടുണ്ട്. ഗ്യാപ്പ് ഉണ്ട്, ഒബ്വിയസ്ലി ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ തിയറി പഠിച്ചതും പ്രാക്ടീസും തമ്മിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സൈബ്രിഡ്ജ് എന്നൊരു കോഴ്സ് നമ്മൾ ഫൗണ്ട് ചെയ്തത്. ആൻഡ് ലക്കിലി നമ്മൾ എന്താ പറയാ 9th ബാച്ചിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ നമുക്ക് ഓൾമോസ്റ്റ് 1000-ഓളം സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിന്ന് പാസ് ഔട്ടായി പോയിട്ട് പലയിടത്തും പ്ലേസ്ഡ് ആയിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പം വി ആർ സോ ഹാപ്പി ടു ഷെയർ വിത്ത് ദാറ്റ് ഓൾ ഓഫ് യു. അതോടൊപ്പം എന്താണ് സൈബ്രിഡ്ജ് എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. നമ്മുടെ ഒരു ഉദ്ദേശം തന്നെ ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കോഴ്സ് ഫൗണ്ട് ചെയ്തത്. ആൻഡ് വാട്ട് സൈബ്രിഡ്ജ് പ്രൊവൈഡ് എന്ന് ചോദിച്ചാൽ, ഇതൊരു 6 months ഇന്റൻസീവ് ഓൺലൈൻ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സോ ഇതിനകത്ത് ഇപ്പം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറപ്യൂട്ടിക് അപ്രോച്ചാണ് CBT അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. അപ്പം എന്താ പറയാ, അങ്ങനെ ഒരു കാര്യത്തിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരൊക്കെ എക്യുപ്ഡ് ആയിട്ടിരിക്കുക, നമ്മളെ തന്നെ എന്താ പറയുന്നത് അപ്സ്കിൽ ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിലൊരു സർട്ടിഫിക്കേഷൻ നേടിയെടുക്കുക നമ്മുടെ കരിയറിന് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു 3-day മിനി കോഴ്സിലൂടെ CBT കൂടുതൽ അറിയാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം സൈബ്രിഡ്ജ് എന്നൊരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലത്തുള്ള കസ്റ്റമൈസ്ഡ് CBTs ആണ്. അതായത് CBT ഫോർ ഡിപ്രഷൻ, CBT ഫോർ ആൻസൈറ്റി, OCD ഡിസോർഡേഴ്സ്, അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പിന്നെ അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സിനൊക്കെ ഒരു ഡിസോർഡറിന് യൂസ് ചെയ്യുന്ന CBT ആയിരിക്കത്തില്ല, ഈവൻ ദോ അതിൽ അണ്ടർലൈൻ ഫീച്ചേഴ്സ് സിമിലർ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും. ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്രോച്ചുകളിൽ വ്യത്യാസമുണ്ട്, ഈവൻ ദോ CBT ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും. സോ അങ്ങനത്തെ ഉള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള CBT നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സൈബ്രിഡ്ജിൽ നമ്മളിപ്പം ഒരു മെയിൻ അട്രാക്റ്റീവ് ഫീച്ചർ ആയിട്ട് വരുന്നത്. അതോടൊപ്പം ഇപ്പൊ നമുക്കറിയാം CBTയുടെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്ന ആരൻ ബെക്ക് ആണ്. ബെക്കിന്റെ എന്താ പറയുക, ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് CBTയുടെ ഒരു ഒതന്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. സോ അവിടെ നിന്നൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മളുടെ ഫാക്കൽറ്റീസ് എല്ലാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ബാച്ചുകൾ ഭയങ്കര എന്താ പറയുന്നത് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റിയത്. ആൻഡ് നമുക്കിപ്പം അതുകൂടി കൂടാതെ ഇപ്പം നമുക്ക് മേധാവി സ്കിൽ യൂണിവേഴ്സിറ്റി, അതായത് UGCയുടെ അക്രഡിറ്റേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മേധാവി സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്രഡിറ്റേഷൻ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ടു സർട്ടിഫിക്കറ്റ്. നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് പോലല്ല, ഇപ്പൊ ഒരു UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷനോട് കൂടിയുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സൈബ്രിഡ്ജിൽ.
സോ ഇതാണ് സൈബർജിന്റെ ഒരു ഓവർവ്യൂ. അപ്പം ഇന്നേക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ പുതിയ കുറെ ആൾക്കാരെ കണ്ടതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്, ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോഷർ ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, ഇന്നത്തെ ക്ലാസ് എങ്ങനെ, എവിടെ, എപ്പം, എങ്ങനെ CBT അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഓവർവ്യൂ 3 days കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ. അതിന് മാക്സിമം നിങ്ങൾ ലൈവായിട്ട് തന്നെ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ സെഷൻ എടുക്കുന്ന ഫാക്കൽറ്റി ഫർഹാൻ സാറ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഹീലിയൻ ഹാപ്പിനെസ്സിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജാമിയയിൽ PhD സ്കോളർ കൂടെയാണ്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ CBTയുടെ ഒതന്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണ് സാറും ട്രെയിൻഡ് ആയിട്ടുള്ളത്. സോ മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ഹിം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ മാക്സിമം ലൈവ്ലി ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടൊക്കെ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സർ റെഡി അല്ലേ? ഒരു മിനിറ്റ്, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് വൺസ് അഗൈൻ. ഓക്കെ, നമ്മൾ CBTനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. CBT എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു ഡിസോർഡേഴ്സ് പറഞ്ഞിട്ട് ഇതിന് ഏത് തെറാപ്പിയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു പേര് എന്ന് പറയുന്നതും CBT എന്നുള്ളത് തന്നെയായിരിക്കും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അറിയായിരിക്കും. അത് കൂടുതലും കേൾക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ഡിസോർഡറിനും ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ട് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് പോലെയുള്ള റിസർച്ച് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര ഇഫക്റ്റീവായിട്ട് ട്രീറ്റ്മെന്റ്സിന് പറയുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇഫക്റ്റീവായിട്ട് റിസർച്ചുകൾ പറയുന്ന ഒരു തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി CBT എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഡിസോർഡേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. CBT എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് 2 പാർട്ടാണ്. അതിലൊരു കോഗ്നിറ്റീവ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയറൽ സൈഡും ഉണ്ട്. അതാണ് CBTയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾക്കൊരു മുമ്പത്തെ കുറച്ച് നമ്മളുടെ ഒരു ഏർലി സ്കൂൾസ് മുതൽ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്ക് അറിയാവുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് സൈക്കോഡൈനാമിക്സ് ആയിരിക്കും, അല്ലേ? സൈക്കോഡൈനാമിക്സ്, ഫ്രോയിഡിന്റെ സൈക്കോഡൈനാമിക്സ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബിഹേവിയറിസം ആയിരിക്കും. ബിഹേവിയറൽ തെറാപ്പീസ് ആണ് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. സൈക്കോ ഡൈനാമിക്സിൽ കുറച്ചും കൂടിയൊക്കെ നമ്മളുടെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, നമ്മളുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരുപാട് എന്താ പറയുക, നമ്മളുടെ എക്സ്പീരിയൻസസ്, ഫിക്സേഷൻസ്, ന്യൂറോട്ടിക് ആങ്സൈറ്റി, റിയലിസ്റ്റിക് ആങ്സൈറ്റി, ഈഗോ കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളെ കുറിച്ചായിരുന്നു ഡീൽ ചെയ്യുന്നത്. ബിഹേവിയറൽ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാം ലേൺഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ബിഹേവിയർ ഒക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെയാണ് CBTയിലേക്ക് വരുന്ന സമയത്ത് ഒരു കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ഒക്കെ ഒരു വരവോട് കൂടിയിട്ടൊക്കെയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും കൂടി വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് സിസ്റ്റത്തിനെയും കൂടി കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ് CBTയുടെ ഒരു പ്രത്യേകത. ഒരു കോഗ്നിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ കോഗ്നീഷൻ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടൈമാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ അറ്റൻഷൻ വരുന്നുണ്ട്, നമ്മളുടെ പെർസെപ്ഷൻ വരുന്നുണ്ട്, നമ്മൾ മെമ്മറി എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്, ഇങ്ങനെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുള്ള ഒരു അംബ്രല്ല ടേം ആണ് കൊഗ്നീഷൻ എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ സാധാരണ ഇതിൽ കോഗ്നിറ്റീവ് സൈഡ് അല്ലെങ്കിൽ കോഗ്നീഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മളുടെ തോട്ട്സ്. ഇതാണ് കോഗ്നീഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലെ കോഗ്നിറ്റീവ് പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മളുടെ ബിലീഫ് സിസ്റ്റവും അതുപോലെ തന്നെ നമുക്കതിനെ കുറച്ച് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന നമ്മളുടെ പെർസെപ്ഷൻ, ഓരോ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതും വേണമെങ്കിൽ നമുക്കതിൽ പറയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ തോട്ട്സ്, ഓരോ സിറ്റുവേഷനിലും നമുക്ക് വരുന്ന തോട്ട്സ് എന്താണ് എന്ന് പറയുന്നതും അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദെൻ ബിഹേവിയറൽ സൈഡിലേക്ക് വരുന്ന സമയത്ത്
നമ്മളുടെ ബിഹേവിയറൽ പാറ്റേൺസ് എങ്ങനെയാണ് നമ്മൾക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്, അതിനെങ്ങനെയൊക്കെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് ബിഹേവിയറൽ സൈഡിലേക്ക് വരുന്നത്. ഇത് ഇത് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഒരു നമ്മളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മിക്കവാറും ഒക്കെ ഒരു ഓക്കെ, ഞാൻ അതിലേക്ക് പിന്നെ വരാം. നമ്മളൊരു കോഗ്നിറ്റീവ് സൈഡിൽ തന്നെ കുറിച്ച് തന്നെ പറയാം. ഒരു കോഗ്നിറ്റീവ് മോഡൽ അനുസരിച്ച് CBT മോഡൽ അനുസരിച്ച് CBT മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾക്ക് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആങ്സൈറ്റി ആവാം, ഡിപ്രഷൻ ആവാം. ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഭയങ്കരമായിട്ട് ഇടങ്ങേറാവുന്ന നമ്മളുടെ ഇമോഷൻസ് ആവാം, പലപ്പോഴും നമ്മളുടെ ബിഹേവിയേഴ്സ് ആവാം. ഇതെല്ലാം ട്രിഗർ ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ മാത്രമല്ല, നേരെ മറിച്ച് ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് മോഡൽ പറയുന്നത്. നമ്മൾ അതിന് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എന്ത് രീതിയിലാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്, ആ പെർസെപ്ഷൻ ആണ് നമുക്ക് പലപ്പോഴും ഇമോഷൻസ് ഉണ്ടാക്കുന്നത്. ആ ഇമോഷനാണ് നമ്മൾ ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ക്ലാസ്സിലിരിക്കുന്നു, നല്ല ഹാപ്പി മൂഡാണ്, ചിൽ മൂഡാണ്. നമ്മൾക്ക് അന്ന് രാവിലെ ഭയങ്കര സന്തോഷമുള്ള എന്തോ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കാം. നല്ല നല്ല രസത്തിലിരിക്കുകയാണ്. ടീച്ചർ ദേഷ്യം പിടിച്ച് കയറി വരുന്ന സമയത്ത് നമ്മൾ ആരോടോ വർത്താനത്തിലാണ്. ആ വർത്താനം പറയുന്ന സമയത്ത് ടീച്ചർ കണ്ടു, ടീച്ചർ ചീത്ത പറഞ്ഞു. നമ്മൾ അത്യാവശ്യം നല്ല മൂഡിലൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ചീത്ത പറഞ്ഞു. ആളുകളുടെ മുമ്പിൽ ആ ടീച്ചർ ചീത്ത പറഞ്ഞതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടുള്ള ഒരു വഷളത്തരമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഹൈറ്റൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ആയിരുന്നിട്ടും കൂടിയും പെട്ടെന്ന് എന്ത് ചെയ്തു, നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഒരാൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി, മറ്റേ ആൾക്ക് അതിന് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, പക്ഷെ നമ്മളുടെ കൂടെ ഇരിക്കുന്ന നമ്മളുടെ ഫ്രണ്ടിന് അത് പ്രത്യേകിച്ചൊന്നും ഒന്നും ഫീൽ ചെയ്തതേ ഇല്ല. എന്തായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം? എന്തുകൊണ്ടായിരിക്കും ഒരാൾക്ക് ഫീൽ ആവുന്നു, മറ്റേ ആൾക്ക് ഫീൽ ആവുന്നില്ല? അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്തായിരിക്കും അവിടെ നമ്മൾക്ക് സങ്കടമാവാനും നമ്മളുടെ ഫ്രണ്ടിന് സങ്കടമാവാതെ ചില്ലായിട്ട് പോയി പണിയൊക്കാൻ പറയും എന്ന് പറയുന്ന രീതിയിലേക്ക് റിയാക്ഷൻ എത്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയോ, മൈക്ക് ഓൺ ആക്കിയിട്ട്? രണ്ടാളും നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണോ? അതെ, അത് നമ്മളിപ്പോൾ പറഞ്ഞു, കാഴ്ചപ്പാട് വ്യത്യാസമാണ്. എങ്ങനെയായിരിക്കും ആ കാഴ്ചപ്പാട് വ്യത്യാസമാവുക? സിറ്റുവേഷൻ എന്താണ്? വളരെ കാലമായിട്ട് വളരെ മുമ്പ് അതായത് മുമ്പേ നമുക്ക് അതുപോലുള്ള സിമിലർ സിറ്റുവേഷനിൽ നമ്മൾ വന്നിട്ടുള്ള ഇൻസിഡൻസ് വെച്ച് നമുക്കതൊരു എന്തെങ്കിലും ഒരു തോട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ തോട്ട് ഹിറ്റ് ചെയ്യുന്നോണ്ടായിരിക്കും ഒരാൾക്ക് അത് ട്രിഗർ ആവുന്നതും മറ്റേ ആളുടെ ലൈഫ് സിറ്റുവേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ടും ചിലപ്പോൾ അയാൾ അത് ഈസി ഗോ എടുക്കുന്ന ടൈപ്പ് ആവുന്നത് അയാളുടെ സിറ്റുവേഷൻസിൽ വരുന്നതാണ്. അപ്പോ അഫക്റ്റ് ആവുന്ന ആൾക്ക് അയാളുടെ പ്രീവിയസ് ഏതെങ്കിലും എക്സ്പീരിയൻസ് ട്രിഗർ ആവുന്നതുകൊണ്ടായിരിക്കും എഫക്റ്റ് ആകുന്നത് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറഞ്ഞതാണ് നമ്മളുടെ പ്രീവിയസ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ട്രിഗർ ആവുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, സ്കീമാസ് എന്ന് പറയുന്നുണ്ട്. സ്കീമാസ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബിലീഫ് നമ്മുടെ നിലവിലുള്ള ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ്? ഓക്കെ, ഞാൻ പറയാം. പിന്നെ ആൾറെഡി സങ്കടത്തിലായിരിക്കും. ഞാൻ പറഞ്ഞത് ആൾറെഡി സങ്കടത്തിലൊന്നുമല്ല, ആൾ ഭയങ്കര ചിൽ മൂഡിൽ വന്നതാണ്. കോഗ്നിറ്റീവ് മോഡൽ അനുസരിച്ച് ആ സമയത്ത് നമ്മൾ ഏത് രീതിയിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കൊഗ്നീഷനാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള തോട്ടാണ് നമുക്ക് വന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾക്ക് ആ ഇമോഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയണേ. ഈ പറയുന്ന സിറ്റുവേഷൻ തന്നെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനാണ് ആ സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് സങ്കടമാവാൻ പറ്റുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റമാണ്. മറ്റുള്ള ആളുകൾക്ക് എപ്പോഴും ഞാൻ മാത്രം എന്താ അതിന് പറയുക,
എപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന വർത്താനം പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ ടീച്ചർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എന്നെ ഒട്ടും ഇഷ്ടമല്ല, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് എന്നെ ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും ചിലപ്പം കൊടുക്കുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞു, എന്നെ അവഹേളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയിപ്പോയി, ഈ രീതിയിലൊക്കെയാണ് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നേരെ മറിച്ച് മറ്റേ കൂടത്തിലുള്ള ആൾ വിചാരിക്കുകയാണ് ടീച്ചർ എന്തോ മൂഡ് ഓഫിൽ വന്നിട്ട് എന്തോ പൊട്ടിത്തെറിക്കുകയാണ്, നമ്മളോടുള്ള ദേഷ്യമൊന്നുമല്ല എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന സാധനങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ടീച്ചർ അവിടെ വന്ന് പറഞ്ഞോട്ടെ, അത് എനിക്ക് കൊള്ളുന്നൊന്നുമില്ലല്ലോ, അത് ഒരു രീതിയിലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എനിക്കത് കൊള്ളുന്നില്ല എന്ന് പറയുന്ന രീതിയിലാണ് ആൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്കതിന് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇനി അതുമല്ല, വേറെ ആൾ എന്ത് ചെയ്യുന്നു, ആള് അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് അവിടെ നിൽക്കുന്നത്, അങ്ങനെ ഓൾറെഡി വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ വന്നിട്ട് ചീത്ത പറയാനെന്ന് പറയുന്നതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല. അതിൽ പ്രത്യേകിച്ച് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു കണ്ടന്റും അയാൾക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെട്ടണിങ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിന് സങ്കടം വരില്ല. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൻ്റെ ബേസിലായിരിക്കും, നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും എന്നുള്ളതാണ് കോഗ്നിറ്റീവ് മോഡൽ പറയുന്നത്. ഓക്കെ, അതായത് സിറ്റുവേഷൻ ഡയറക്റ്റ്ലി എന്തുണ്ടാക്കുന്നതല്ല, ഒരു ഇമോഷനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ ഉണ്ടാക്കുന്നതല്ല, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇമോഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് മോഡൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, ആ സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന തോട്ട് ഉണ്ടാവും, ആ തോട്ടാണ് ബേസിക്കലി നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കുന്നത്, അത് നമുക്കൊരു ഇമോഷൻ ഉണ്ടാക്കും, ആ ഇമോഷൻ എന്താണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു റിയാക്ഷൻ ഉണ്ടാവുക. ഇത് സാധാരണഗതിയിലുള്ള ഒരു സാധനമാണ്. ഇതൊരു ഡിസോർഡർ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു കൊഗ്നിറ്റീവ് തെറാപ്പി കൊടുക്കേണ്ടതായിട്ടുള്ള, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഡിസോർഡർ രീതിയിൽ, ഒരു ഡിസോർഡർ ആയിട്ട് എപ്പോഴായിരിക്കും ഇത് മാറുന്നുണ്ടാവുക? അതെന്തും ആവാം, ആങ്സൈറ്റി ആവാം, ഡിപ്രഷൻ ആവാം, വാട്ടെവർ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആവാം, എന്താണെങ്കിലും. 2 വീക്സിൽ കൂടുതൽ അത് പ്രസന്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ, എന്ത് പ്രസന്റ് ആയി നിൽക്കുമ്പോൾ? ഇതേ തോട്ട്സ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇമോഷൻസ്. ഓക്കെ, അങ്ങനെ പറയാം. when it affects daily functioning, അങ്ങനെ പറയാം. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ജനറൽ ഡെയിലി ലൈഫിനെ ബാധിക്കുകയാണെങ്കിൽ, അല്ലെ ഒരു ഫിഗർ ലൈഫിനൊക്കെ ബാധിക്കുകയാണെങ്കിലല്ലേ CBT ഒക്കെ കൊടുക്കണം? അതെ അതെ അതെ, ഡെയിലി ലൈഫിനെ ബാധിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞത് ഈ കോഗ്നിറ്റീവ് മോഡൽ എന്ന് പറയുന്നത് ജനറലി ആണ്, എല്ലാ ആളുകൾക്കും ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്കൊരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് മോഡൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ കോഗ്നിറ്റീവ് സൈഡിൽ പറയുന്നത് നമ്മളുടെ ഇൻ്റർപ്രിട്ടേഷനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് കോഗ്നിറ്റീവ് തെറാപ്പിയിൽ. അതുകൊണ്ടാണ് കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു സൈഡിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതെവിടെയാണ് ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എല്ലാ ആളുകൾക്കും വരുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, ടീച്ചർ വന്നിട്ട് നമ്മളെ ചീത്ത പറയുന്നു. ടീച്ചർ വന്ന് ചീത്ത പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സന്തോഷത്തിൽ വന്നു, രാവിലെ തന്നെ ടീച്ചർ ചീത്ത പറഞ്ഞു, എൻ്റെ മൂഡ് മൊത്തം കളഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് സങ്കടമാവുന്നത്. ഇങ്ങനെ സങ്കടമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതിൽ ഏകദേശം 100-ൽ കൂടുതൽ ആളുകളുണ്ട്. 100 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും 50ഓളം ആളുകൾക്ക് സെയിം ഫീലിംഗ് ഉണ്ടായിട്ടും ഉണ്ടാവും, ഇല്ലേ? ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എത്ര ആളുകളുണ്ട്? പക്ഷേ അതൊന്നും ഒരു ഡിസോർഡർ ഒന്നുമല്ല, സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ്. ഇതെവിടെയാണ് ഡിസോർഡർ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സിറ്റുവേഷനിലും നമ്മൾക്ക് ഇതേപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഡിസോർഡറായിട്ട് മാറുകയാണ് ചെയ്യാം. അത് ഡിപ്രഷൻ, മൂഡ് ഡിസോർഡേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സിലാണെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഒരു ഡിപ്രഷൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അയാൾക്ക് എന്ത് തോന്നുന്നു, അയാൾ ക്ലാസ്സിൽ എന്തോ പെർഫോം ചെയ്യുന്നു, ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നല്ലോണം പെർഫോം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വരുന്നു, അല്ലെങ്കിൽ പെർഫോം ചെയ്ത സമയത്ത് ടീച്ചർ എന്തോ ക്രിട്ടിക്ക് കൊടുക്കുന്നു, ചെറിയ സാധനങ്ങൾ എന്തോ ശരിയായിട്ടില്ല, അതൊക്കെ മാറ്റണം എന്നുള്ളത് പറയുന്നു, അല്ലെങ്കിൽ ചീത്ത പറയുന്നു തന്നെ വിചാരിക്കുക. അപ്പോൾ അയാൾ വിചാരിക്കുന്നത്
അയാൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സാധനവും തെറ്റിപ്പോയി, എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാം ഫെയിലിയറാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫെയിലിയറാണ്, അതുകൊണ്ട് ഞാനും ഒരു ഫെയിലിയറാണ്, വേർത്ത്ലെസ് ആണ് എന്നുള്ള രീതിയിൽ ആളങ്ങനെ ചിന്തിച്ച് ആൾക്ക് വരുന്ന സാധനങ്ങൾ മൊത്തം നെഗറ്റീവാണെന്ന് വിചാരിക്കാം. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഓട്ടോമാറ്റിക് തോട്ട്സ് മാത്രം വരുന്നു. അയാൾ എപ്പോഴും ഒരു ഡൗൺ മൂഡിൽ മാത്രം ഇരിക്കുന്നു, അയാൾക്ക് ഭയങ്കര സങ്കടമാണ്, എല്ലാ സമയത്തും സങ്കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിനും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ് ഭയങ്കരമായിട്ടുള്ള ഡൗൺ ഇമോഷൻസ് മാത്രം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് മാത്രം ഉണ്ടാക്കുന്നു. നെഗറ്റീവ് ഇമോഷൻസ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുടെ എനർജി പതുക്കെ പതുക്കെ വീക്ക് ആവുന്നു, ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് മാത്രം നിൽക്കുന്നത് കൊണ്ട് അയാൾക്ക് മൊത്തത്തിൽ കാര്യങ്ങളെ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ലൈഫിൽ അയാൾ എപ്പോഴും സന്തോഷിച്ചിരുന്ന പ്ലഷർ സീക്ക് ചെയ്തിരുന്ന സാധനങ്ങളിൽ പ്ലഷർ കിട്ടാതെയാകുന്നു, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാതെയാവുന്നു, നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതുകൊണ്ട് എയ്തർ സ്ലീപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു, അപ്പറ്റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇതൊരു രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന സമയത്ത് നമ്മളതിനെ ഡിപ്രഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ ആണ് എന്നുള്ളത് പറയും. പിന്നെ ഒരു ആങ്സൈറ്റിൻ്റെ കേസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അയാൾ വിചാരിക്കുന്നത് എൻ്റെ പ്രസൻറ്റേഷൻ എന്താണെങ്കിലും അലമ്പാകും എന്നുള്ളതാണ്, എന്താണെങ്കിലും തെറ്റിപ്പോകുമെന്ന് അയാൾ വിചാരിക്കുന്നു. അയാൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നു. പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പല ആളുകളും താഴത്തോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ടീച്ചർ ആണെങ്കിൽ കൊട്ടാവിടുന്നുണ്ട്. അപ്പോൾ ഇയാൾ മനസ്സിലാക്കുകയാണ് എൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കൊള്ളൂല, അത്രയും അബദ്ധമാണ്, ഭയങ്കരമായിട്ട് ആളുകൾക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രസൻറ്റേഷൻ അലമ്പായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അയാൾക്ക് ഭയങ്കരമായിട്ട് നെഞ്ഞിടിക്കാൻ തുടങ്ങുന്നു, കൈ വറക്കാൻ തുടങ്ങുന്നു. അയാൾ പിന്നെ അയാളുടെ ശ്രദ്ധ മുഴുവൻ അയാളുടെ നെഞ്ഞിടിപ്പിലേക്കും അതുപോലെ തന്നെ കൈവറയിലേക്കും ഒക്കെ ആകുന്നു. ആൾക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് മുഴുവൻ പോവുകയാണ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം പാളാണ് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നു. പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ആങ്സൈറ്റി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാണ്. ഇത് അയാൾ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനിലും അയാൾക്ക് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പെർഫോമൻസ് ആങ്സൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സിറ്റുവേഷനിൽ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ആങ്സൈറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് അയാളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്, മറ്റുള്ള ആളുകൾക്ക് ബോറടിക്കുന്നുണ്ട്, ബോറടിക്കാൻ കാരണം എൻ്റെ പ്രസൻറ്റേഷൻ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്, ഞാൻ വൃത്തിക്ക് അത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്കായിരിക്കും. ഇനി ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ഉദാഹരണം പറയാം. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റിയോ, അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എടുക്കാം. ഒരാളെ ഫോൺ വിളിക്കുന്ന സമയത്ത് അയാൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതിരിക്കുന്ന സമയത്ത് അയാൾ സ്വാഭാവികമായിട്ടും പേടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്നെ അബാൻഡൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഇയാൾ എന്നെ ഇഗ്നോർ ചെയ്യാണ്, ഞാൻ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് എപ്പോഴും ആളുകൾ എന്നെ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ബോധം അയാൾക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നുണ്ട്, അയാൾക്ക് എത്ര തിരക്കിലാണെങ്കിലും അയാൾക്കൊന്ന് തിരക്കിലാണ് എന്ന് പറഞ്ഞ് വെച്ചാൽ മതിയല്ലോ. പക്ഷെ അയാൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം ഫോൺ വിളിക്കുന്നു, അയാൾ എടുക്കുന്നില്ല, വീണ്ടും വിളിക്കുന്നു, അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അയാൾ ഇന്നെ അവോയ്ഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത് 2 ദിവസം കൊണ്ട് ഞാൻ വിളിക്കുന്ന ആൾ ഇന്നെ ഇട്ടേച്ചു പോകും എന്ന് പറയുന്ന രീതിയിലേക്കാണ് അയാൾ ആ പറയുന്ന ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷനെ അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന തോട്ട്സ് മുഴുവൻ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ്. സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്തുണ്ടാവും, ഒരു സാഡ് മൂഡ് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടാകുന്നു. സങ്കടത്തിൽ നിന്നും അയാൾക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ദേഷ്യമായിരിക്കും. ഇനി വിളിക്കണ്ട, ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്തൊന്നും എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ആ റിലേഷൻഷിപ്പ് അവിടെ ബ്ലോക്ക് ആവുന്നു. അവോയ്ഡൻ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഒരു ബ്രേക്കപ്പിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയേക്കാം എന്നുള്ള രീതിയിൽ അയാൾ തന്നെ പിൻവലിയാണ് ചെയ്യുക. ഒരു ബോർഡർ ലൈൻ കേസുകളൊക്കെയാണ്, അല്ലെങ്കിൽ ഇമോഷണൽ എന്താണ് EUPD ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഡിസോർഡർ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ആൾ തമ്മിൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പുള്ള പാർട്ണറുമായിട്ട് ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ബ്രേക്കപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ സിറ്റുവേഷനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇതാണ്, ഓരോ സിറ്റുവേഷൻ ആണ് പലപ്പോഴും
നമ്മൾക്ക് അല്ല സിറ്റുവേഷൻ അല്ല നമുക്ക് ഇമോഷൻ ഡയറക്ട്ലി ഉണ്ടാക്കുന്നത്. പലപ്പോഴും ആ സമയത്ത് നമ്മൾ എന്താണോ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്, ആ തോട്ടാണ് നമുക്ക് ഇമോഷൻ ഉണ്ടാക്കുന്നത്. ആ ഇമോഷനിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനോട് പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആക്ച്വൽ റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് മോഡൽ പറയുന്നത്. ഒരു കേസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസോർഡർ എങ്ങനെയാണ് ആവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതൊരു പാറ്റേൺ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്, സിമിലർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് മാത്രം ഓരോ സിറ്റുവേഷനിലും ഉണ്ടാവുകയും അത് നമുക്ക് പലപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് മാത്രം ഉണ്ടാക്കുകയും ആ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും നമ്മൾക്ക് ഉണ്ടാവുന്ന ബിഹേവിയറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്, അഥവാ നമ്മൾക്ക് പുറത്തേക്ക് വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള, ഡിസ്ഫങ്ഷണൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിനെ, നമ്മളുടെ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ, നമ്മളുടെ സോഷ്യൽ ലൈഫിനെ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസും ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതൊരു ഡിസോർഡർ ആവുക. നമ്മൾ ഡിപ്രഷന്റെ കാര്യം പറഞ്ഞു, ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാര്യം പറഞ്ഞു. അവിടെയാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഒരു ബിഹേവിയറൽ സൈഡ് വരുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവുക, ബിഹേവിയറൽ സൈഡ് എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ ബിഹേവിയറിനെ നമ്മൾ എന്തുകൊണ്ടാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ തന്നെ ഉണ്ടാവുക. അതിനു മുമ്പ് നമ്മൾക്ക് രണ്ട് സാധനങ്ങളും കൂടി പറയേണ്ടതുണ്ട്. എന്താണ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്, എന്താണ് കോർ ബിലീഫ്, അതുപോലെ തന്നെ എന്താണ് ഇന്റർമീഡിയറ്റ് ബിലീഫ്. കാരണം ഈ പറയുന്ന മൂന്ന് സാധനങ്ങളിലാണ് പ്രധാനമായിട്ടും CBT വർക്ക് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈഡിലേക്ക്, കോഗ്നിറ്റീവ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്, നമ്മളുടെ കോർ ബിലീഫ്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ബിലീഫ്, ഈ പറയുന്ന സാധനത്തിലാണ് വർക്ക് ചെയ്യുക. ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഓരോ സമയത്തും നമുക്ക് ഉണ്ടാവുന്ന ഓരോ സിറ്റുവേഷനിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന തോട്ട്സ് ആണ്. പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഉണ്ടാവുമ്പോൾ ഒരു സാധനവും ഡിസോർഡർ ആവുന്നില്ല. നേരെ മറിച്ച് നമ്മൾക്ക് ഓരോ സിറ്റുവേഷൻ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, PPT കാണുന്നുണ്ടോ? ഓക്കെ, ഓരോ സിറ്റുവേഷനിലും നമുക്ക് വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവ് കണ്ടന്റ് മാത്രമുള്ളതാകുന്ന സമയത്താണ് പ്രശ്നം. അതിനെ നമ്മൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എന്നുള്ളതാണ് പറയാ. ANT എന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ANT എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ്. നമ്മളുടെ തോട്ട്സ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഏതെങ്കിലും ഒരു തോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം നിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങളൊരു ഫാന്റസി കാണുന്നു. നിങ്ങൾ പുതിയതായിട്ട് കാർ എടുക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടെ നിങ്ങൾ ഏതോ ഒരു ഭയങ്കര പോകാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നതായിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർ എടുത്തിട്ട് നിങ്ങൾ അതിൽ സഞ്ചരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നതായിട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പകൽക്കിനാവ് കാണുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്കത് ആലോചിക്കാൻ ഇഷ്ടമാണ്, എന്നിട്ട് നിങ്ങൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒരുപാട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്താണെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം അതേ ചിന്തയിൽ തന്നെയാണോ നമ്മൾ ഉണ്ടാവുക? നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണോ ചിന്തകൾ പോവുക? അതല്ല വേറെ എവിടേക്കെങ്കിലേക്കൊക്കെ മൈൻഡ് പോകുന്നതായിട്ടാണോ എക്സ്പീരിയൻസ് ഉള്ളത്? വേറെ വേറെ ചിന്തകളിലേക്ക് പോകും. അതായത് നിങ്ങളൊരു തോട്ട് ഒരേ സാധനത്തിൽ തന്നെ നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പലപ്പോഴും വേറെ വേറെ സാധനങ്ങളിലേക്ക്, ഇപ്പൊ നമ്മളൊരു കാർ എടുക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് വിചാരിക്കാം. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാറുണ്ട്. ആ കാർ എടുക്കാൻ വേണ്ടിയിട്ട് കാർ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. നമ്മൾ പുതിയ ഒരു ഷോറൂമിലൊക്കെ പോയി അതിന്റെ മുകളിലുള്ള ഷീറ്റൊക്കെ മാറ്റി നമുക്ക് വലിയ കീ തരുന്നു. നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു. ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ
ആ സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇതേപോലെ വണ്ടി എടുത്തതായിട്ടുള്ള ഒരു തോട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അങ്ങനെ എടുക്കുന്ന സമയത്തായിരിക്കും ആ സുഹൃത്തിനെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അയാൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നല്ലോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോഴായിരിക്കും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം പൈസ കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോഴായിരിക്കും നമ്മൾക്ക് പൈസ കിട്ടുന്ന നമ്മളുടെ ജോബിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ആ ജോബിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തായിരിക്കും ആ ജോബിൽ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള നമ്മുടെ ബോസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതിങ്ങനെ കാട് കയറി കാട് കയറി കാട് കയറിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തും. അങ്ങനെയല്ലേ ഉണ്ടാവുക, അല്ലെ? അതെ. അതെ, അത് തോട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. അതിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു പ്രത്യേകത, നമ്മള് പലപ്പോഴും നമ്മൾ കേസിനൊക്കെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ആളുകൾ വരുന്ന സമയത്ത് പലപ്പോഴും പറയാറുള്ളത്, എനിക്ക് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് മറന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, അയാള് ആ ഒരു മെമ്മറി അയാളുടെ മൈൻഡിലേക്ക് വരുന്ന സമയത്തൊക്കെ അയാൾ ശ്രമിക്കുന്നത് എങ്ങനെങ്കിലും ആ ചിന്ത, ഈ വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് എന്റെ മൈൻഡിൽ നിന്നും പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, സ്ലൈഡ് ചേഞ്ച് ചെയ്തിട്ടില്ല, ഈ സെയിം സ്ലൈഡ് തന്നെയാണ്. ഞാൻ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. ഓക്കെ, എനിക്ക് എങ്ങനെങ്കിലും ആ ഒരു തോട്ട് എന്റെ മൈൻഡിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരിക്കും അയാൾ വിചാരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും ഒരു തോട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഈ പറയുന്ന ഒരു സാധനം എന്റെ മൈൻഡിൽ നിന്നും പോയി കിട്ടിയാൽ മതി, വിചാരിച്ചിട്ടുള്ള ആളുകളുണ്ടോ? ഉണ്ടാവാറുണ്ടോ? എത്രയോ ഉണ്ട്. ആ തോട്ട് അങ്ങനെ വരും. ആ തോട്ടിനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്താണ് സംഭവിക്കാറുള്ളത്? വീണ്ടും വീണ്ടും അത് പിന്നെ ആ തോട്ട് തന്നെ വന്നത്. ആ തോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എത്രത്തോളം ആ ഒരു തോട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നോ അത്രത്തോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആ തോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും, അല്ലെ? ഓക്കെ, അപ്പോ ബേസിക്കലി ഈ തോട്ടിന്റെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നത്, ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അഥവാ എന്ത് ചെയ്യൂല, അത് ഒരു ഭാഗത്ത് നിൽക്കൂല. അത് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് പല സാധനങ്ങളിലേക്ക് അത് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഭയങ്കരമായിട്ട് ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന തോട്ട് എന്ന് പറയുന്നത് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ഒരാൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ തന്നെ അയാൾ വിചാരിക്കുന്നത് അയാൾ എന്നെ ഒഴിവാക്കാൻ പോവാണെന്നുള്ളതായിരിക്കും. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനം തെറ്റിപ്പോകുന്നു, അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം തെറ്റാണ്, ഒന്നും ശരിയാകുന്നില്ല, എല്ലാം പാളിപ്പോവാണ് എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. ഒരു പെർഫോമൻസിന് പോകുന്ന സമയത്ത് തന്നെ ഇപ്പൊ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം തെറ്റിപ്പോകും എന്നുള്ളതായിരിക്കും. ഇത് ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷൻ വരുന്ന സമയത്തും അതിനോട് ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദെൻ ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റെം ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മളുടെ കോർ ബിലീഫിൽ നിന്നായിരിക്കും. ഓക്കെ, കോർ ബിലീഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾക്ക് നമ്മളെക്കുറിച്ചും നമ്മളുടെ ചുറ്റുപാടിനെ കുറിച്ചും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ചും നമ്മൾ മൊത്തത്തിലുള്ള ഒരു ലോകത്തിനെ കുറിച്ചും ഒക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. അതൊരു പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾക്ക് ഒബ്വിയസ് ആയിട്ട് പെരിഫറലി നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ടാവും. അത് എവിടെ നിന്നായിരിക്കും വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ള ആളുകളുടെ ഇൻപുട്ടിൽ നിന്നും നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങളെ വിലയിരുത്തിയിരുന്നത് എന്നുള്ളതിൽ നിന്നൊക്കെ ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓക്കെ, കോർ ബിലീഫ്സിനെ കുറിച്ച് ആദ്യം പറയാം. ഇതാണ് കോർ ബിലീഫ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടും മറ്റുള്ളവരെ എത്ര തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടും അപ്രീഷിയേറ്റ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് തോന്നുകയാണ്, ഞാൻ മറ്റുള്ള ആളുകളെ പോലെ ഒന്നുമല്ല, കുറച്ച് അബദ്ധമാണ്, ഏതോ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം എനിക്കുണ്ട്.
എന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് നല്ല വർക്കുകൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്തിട്ടും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് ഇമേജ് എന്നൊക്കെ പറയുന്നത് അയാൾ വിശ്വസിക്കുന്നത് എന്തോ ഒരു പ്രശ്നം എൻ്റെ ഉണ്ട് എന്നുള്ളതാണ്. അയാൾക്ക് പുറത്ത് അങ്ങനെ ഈ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഒന്നിനും നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളതൊന്നും അയാൾ പറയുന്നില്ല. പക്ഷേ അയാളുടെ ഓരോ സമയത്തുള്ള പ്രവർത്തനങ്ങളും അയാളുടെ ബിഹേവിയറും അയാൾക്ക് വരുന്ന തോട്ട്സും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഒരാൾ വിശ്വസിക്കുകയാണ് ഞാൻ സ്നേഹിക്കപ്പെടാൻ അത്ര അർഹനല്ല, ഞാൻ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല, സ്നേഹിക്കപ്പെടാനുള്ള ഒരു ക്വാളിറ്റിയും എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോർ ബിലീഫാണ്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ് സ്നേഹിക്കപ്പെടാനുള്ള ഒരു ക്വാളിറ്റിയും എൻ്റെ കയ്യിലില്ല എന്നുള്ളത്. അതൊരു കോർ ബിലീഫാണ്. അത് എന്നെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, നമ്മൾ ദൈവവിശ്വാസമൊക്കെ പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദൈവമില്ല എന്നുള്ളതിന് എന്ത് തെളിവ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനൊക്കെ ഓപ്പോസ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ സയൻസിലാണ് വിശ്വസിക്കുന്നത്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സൂപ്പർ പവറിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവമുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരുപാട് തെളിവ് നമ്മളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിനൊക്കെ ഓപ്പോസ് ചെയ്യും. അത് നമ്മളുടെ ബിലീഫിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിലീഫിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ ബിലീഫിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബിലീഫിനെയും എപ്പോഴും നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യും. അത് നമ്മൾ അറിയാതെ കീപ്പ് ചെയ്തു പോകുന്നതാണ്. അത് നമ്മളുടെ ഓരോ സമയത്തുള്ള നമ്മളുടെ റിയാക്ഷനിൽ നിന്നും അത് സ്ട്രോങ് ആയി പോവാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അതിലൊരു ബിലീഫാണ് ഞാൻ അൺലവബിൾ ആണ് എന്നുള്ളത്. മറ്റുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അത്ര ഇപ്പോൾ കോമ്പീറ്റന്റ് അല്ല എന്നുള്ളതൊക്കെ പറയും. കോമ്പീറ്റന്റ് അല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ കൃത്യമായിട്ട് മലയാളത്തിലേക്ക് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എനിക്ക് കേട്ടോ. കോമ്പീറ്റന്റ് അല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കാം, എന്റെ അതേ എക്സ്പീരിയൻസ് ഉള്ള വേറൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അയാളുടെ അത്ര ഉഷാറല്ല, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഞാൻ അയാളുടെ അത്ര പോരാ. എന്റെ പിയർ ഗ്രൂപ്പിൽ ഒരു 30-31 വയസ്സുള്ള ഒരുപാട് ആളുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവരെ കമ്പയർ ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എത്ര ഒന്നും ഞാൻ ഒരു ഓക്കെ അല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കരിയറിൽ ഞാൻ എവിടെയും എത്തിയിട്ടില്ല. മറ്റുള്ളവരൊക്കെ ഭയങ്കര ഉഷാറാണ്, ഭയങ്കര സ്മാർട്ടാണ്, പക്ഷെ ഞാൻ അത്ര സ്മാർട്ടല്ല, ഞാൻ അത്ര ശരിയല്ല എന്നുള്ള ഒരു സാധനം, ഇൻകോമ്പീറ്റന്റ് ആണ് എന്ന് പറയുന്ന ഒരു ഫീൽ. ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സൺ ആസ് എ പേഴ്സൺ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബിലീഫാണ് ഈ പറയുന്ന കോർ ബിലീഫ് ഒക്കെ. അതുപോലെയുള്ള സാധനങ്ങളാണ് നമ്മളുടെ ലോകത്തിനെ കുറിച്ചുള്ള ഒരു ബിലീഫിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ മൊത്തത്തിൽ ലോകമൊന്നും ശരിയില്ല. നമ്മളുടെ ലോകം എന്ന് പറയുന്നത് പലപ്പോഴും ഫെയർ അല്ല, ജസ്റ്റിസ് ഒന്നും നിലനിൽക്കൂല എവിടെയും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫൈറ്റിനൊക്കെ, ഒരു ജസ്റ്റിസ് ഫൈറ്റിനൊക്കെ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ കൂടിയും എൻ്റെ അടുത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും ആളുകൾ എൻ്റെ കൂടെ നിന്നോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും എനിക്ക് നീതി കിട്ടൂല, എപ്പോഴും എന്നല്ല, എനിക്ക് എങ്ങനെയാണെങ്കിലും നീതി കിട്ടൂല. വേൾഡ് ഈസ് നോട്ട് ജസ്റ്റ് ഫെയർ എന്ന് പറയുന്ന ഒരു വിശ്വാസം ലോകത്തിനെ കുറിച്ച്. നമ്മളുടെ ഭാവിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എങ്ങനെയാണെങ്കിലും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, എങ്ങനെയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഭാവി ഒക്കെ അബദ്ധമായിരിക്കും, ഇത്ര കാലം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഞാൻ ജീവിച്ചത്, എൻ്റെ ഭാവിയിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നല്ലതൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഹോപ്പ്ലെസ്നെസ്, അതൊരു കോർ ബിലീഫാണ്. ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അയാൾ വിശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അൺലവബിൾ ആണെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്നെ വിട്ടുപോകും, അതെന്നെ ഒഴിവാക്കി പോകും, എന്നെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചിലപ്പം വിട്ടുപോകും. അത് മരിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കി പോകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കി പോകുന്നതാവാം, വാട്ട് എവർ. എനിക്ക് ഒരു റിലേഷൻഷിപ്പ് സസ്റ്റൈൻഡ് ആയിട്ട് ഒരുപാട് കാലം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതിന് മാത്രം വകുപ്പ് ഞാനില്ല. അപ്പോൾ എന്നോട് കണക്റ്റഡ് ആവുന്ന എല്ലാ ആളുകളും എന്നെ അബാൻഡൻ ചെയ്യും എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ ഒരു കോർ ബിലീഫാണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള
കോർ ബിലീഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകട്ടെ. ഇത് ഞാൻ ഒരു ഡിസോർഡറിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്ന സമയത്ത് മാത്രമാണ് ഇത് പറയുന്നത്. ഇപ്പൊ എനിക്ക് വിശ്വസിക്കാം ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു കോർ ബിലീഫ് എനിക്ക് ഉണ്ടാവാം. ഞാൻ ഭയങ്കര ഓക്കെയാണ് എന്നുള്ളൊരു കോർ ബിലീഫ് എനിക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഉണ്ടാവാം, എല്ലാ മനുഷ്യന്മാർക്കും നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ്സ് ഉണ്ട് എന്ന് പറയുന്ന കോർ ബിലീഫ് എനിക്ക് ഉണ്ടാവാം. ഓക്കെ, ആളുകള് എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളൊക്കെ എന്നെ ഒരു സമയത്തൊക്കെ അവർ വിട്ടുപോകുമായിരിക്കും, എന്നാൽ പോലും എനിക്ക് നല്ല റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന കോർ ബിലീഫ് എനിക്ക് ഉണ്ടാവാം. പോസിറ്റീവ് ആൾസോ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ ഒരു എന്താണ് ഡിസോർഡറിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഞാൻ ഈ സാധനം പറഞ്ഞിട്ടുള്ളത്. ബട്ട് താങ്ക് യു. ഈ ചോദ്യം ഭയങ്കര നെസസറി ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം കോർ ബിലീഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം ഞാൻ ഈ സാധനം പറയുമ്പോൾ. താങ്ക് യു വസന്തകുമാരി, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ കോർ ബിലീഫ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഉള്ളിലുള്ള ഭയങ്കര ശക്തിയായിട്ടുള്ള, അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ബിലീഫിനെയാണ് കോർ ബിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോർ ബിലീഫിൽ നിന്ന് പലപ്പോഴും നമ്മൾ എന്തുണ്ടാക്കും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു തിയറി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ടാവും. ആ റൂൾസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അൺലവബിൾ ആണ് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള കോർ ബിലീഫ് എനിക്കുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അത്രത്തോളം സ്നേഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ ആളുകളും എന്നെ കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും എന്നെ ഇഷ്ടപ്പെടണം. എല്ലാ ആളുകൾക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും ഒരാൾക്ക് എന്നെ ഇഷ്ടമായിട്ടില്ല, എന്റെ എന്തെങ്കിലും സ്വഭാവം ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അൺലവബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഐ ഷുഡ് ബി പെർഫെക്റ്റ്, അതർവൈസ് ഐ ആം നോട്ട് ഓക്കെ. ഐ ഷുഡ് ബി പെർഫെക്റ്റ്, ദെൻ ഐ ആം ഓക്കെ. ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ലവബിൾ ആണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തല്ല, ലവബിൾ അല്ല. അങ്ങനെ പറയുമ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്തോളണം, അയാളെ പറ്റില്ല എന്ന് ഖണ്ഡിതമായി പറയാമോ? പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, കോർ ബിലീഫ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ സ്ട്രോങ് ബിലീഫാണ്. അത് മാറ്റുക എന്ന് പറയുന്നത്, ഞാൻ പറ്റൂല എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു അല്ലേ, സോറി, അങ്ങനെയല്ല. കോർ ബിലീഫ് മാറ്റാൻ പറ്റൂല എന്നുള്ളതല്ല. കോർ ബിലീഫ് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ CBT വർക്ക് ചെയ്യൂലല്ലോ. കോർ ബിലീഫ് മാറ്റാൻ പറ്റും. ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ അത് സ്ട്രോങ് ആയി പോവുകയാണ് ചെയ്യുക. ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഒരു റൂളാണ് എല്ലാ ആളുകളും നമ്മൾ ഇഷ്ടപ്പെട്ടോളണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലവബിൾ അല്ല എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഒരു അൺലവബിൾ എന്ന് പറയുന്ന ഒരാൾക്ക്, അങ്ങനെ ഒരു കോർ ബിലീഫ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ സിറ്റുവേഷനിലേക്കും വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തോ ഒരു തെറ്റ് കാണുന്ന സമയത്ത് എന്ത് ചെയ്തു, അയാളെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെന്റ് കാണിച്ചു. ആ ഡിസപ്പോയിൻമെന്റ് കാണിക്കുക എന്ന് പറയുന്നത് എല്ലാ ടൈമിലും എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടോളണം എന്ന് പറയുന്ന അയാളുടെ റൂളിനെ അത് തെറ്റിച്ചു. കാരണം ഒരാൾക്ക് എന്നോടൊരു ഇഷ്ടക്കേടുണ്ടായി, ഒരു അനിഷ്ടമുണ്ടായി. ആ അനിഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് അർത്ഥമാക്കുന്നത് എന്നെ കൊള്ളൂല എന്ന് പറയുന്ന ഒരു സാധനമാണ്. അയാൾക്ക് അനിഷ്ടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അൺലവബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു റൂളാണ് എന്ത്, എല്ലായ്പ്പോഴും എല്ലാ ആളുകളും എന്നോട് ഇഷ്ടമുണ്ടാവണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവരുത് എന്ന് പറയുന്നത്. അതാണ് അയാളുടെ ഒരു ഇന്റർമീഡിയറ്റ് ബിലീഫ്. ഈ പറയുന്ന കോർ ബിലീഫും അയാളുടെ ഇന്റർമീഡിയറ്റ് ബിലീഫുമാണ് ഓരോ സിറ്റുവേഷനിലും പലപ്പോഴും എന്തുണ്ടാക്കുന്നത്, അയാളുടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ എന്ത് ചെയ്യുന്നു, അൺലവബിൾ ആണ് എന്ന് പറയുന്ന ഒരു കോർ ബിലീഫാണ് അയാൾക്കുള്ളത്. ആരും എന്ത് ചെയ്യരുത്, എന്നിലൊരു അനിഷ്ടം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്നോട് നല്ലോണം ഒരു പ്രോപ്പറായിട്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലാണ് എനിക്ക് ലവ് ഫീൽ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് അത്രത്തോളം ഫീൽ ചെയ്യില്ല. അപ്പോൾ എവരിബഡി ഷുഡ് ബി റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ടുവാർഡ്സ് മീ എന്ന് പറയുന്നത് അയാളുടെ ഒരു ഇന്റർമീഡിയറ്റ് ബിലീഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ, ഇയാള് ഒരാളെ ഫോൺ വിളിക്കുന്ന സമയത്ത് അയാൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് വരുന്നത്, അയാള് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. പഴയ പോലൊന്നുമല്ല, ആദ്യമൊക്കെ ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ അയാൾ ഫോൺ വിളിച്ചപ്പോൾ എടുത്തിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും എടുക്കുന്നില്ല.
ഇന്നലെ ഫോൺ വിളിച്ച സമയത്ത് അയാള് എൻ്റെ എന്തോ ഒരു സാധനം അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതിരിക്കുന്നത്. അതിന്റെ ദേഷ്യം ഉണ്ടാവും അയാൾക്ക്. അല്ലെങ്കിലും എന്താണ്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ആർക്കും എന്നെ ഇഷ്ടാവണില്ല, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് അത് പറ്റുന്നില്ല, അല്ലെങ്കിലും എനിക്ക് എന്തോ ഒരു എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അയാളുടെ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോർ ബിലീഫ് എന്ന് പറയുന്നത് അൺലവബിൾ ആണ് എന്നുള്ളതാണ്. എവരിബഡി ഷുഡ് ബി റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ടു മീ എന്ന് പറയുന്നതാണ് അയാളുടെ ഒരു ഇന്റർമീഡിയറ്റ് ബിലീഫ്. ഈ രണ്ട് സാധനം അവിടെ കിടക്കുന്നത് കൊണ്ട് അയാൾക്ക് പോസിറ്റീവായിട്ട് തോന്നാത്ത ഏതൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും അയാൾക്ക് വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള തോട്ട്സ് ആയിരിക്കും. പാറ്റേൺ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ സർ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, വേറെ ആരെങ്കിലും അയാളോട് അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ആരെങ്കിലും അയാളോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്ന എന്തോ ഒരു പോയിന്റ് അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ ഇത് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇയാൾ ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം എന്താ ഈ കാണിക്കണേ, ഇങ്ങനെ കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ എന്താ ഭയങ്കര ഇമ്മെച്യൂർ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കണേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാവുന്നത് ഇമ്മെച്യൂർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആ മറ്റേ ആളുടെ റിയാക്ഷൻ ഇയാൾ എടുക്കുന്നത് ഞാൻ അൺലവബിൾ ആകുന്നത് കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്കുള്ള ആ കോർ ബിലീഫിലേക്ക് എത്തുന്ന രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയാണ് എന്താണ് നമ്മുടെ ഒരു ബിഹേവിയറൽ സൈഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു തോട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇയാളുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമായിരിക്കാം. ഈ സങ്കടത്തിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ടാവാം, ഡിസപ്പോയിന്റ്സ് വരുന്നുണ്ടാവാം, ഒന്ന് മ്യൂട്ട് ചെയ്യണം എല്ലാരും. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഈ ഡിസപ്പോയിന്റ്മെന്റും സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കുന്നുകൂടിയിട്ട് ആ സമയത്ത് അയാളുടെ ഒരു ബിഹേവിയറൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഓവേർട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പ്രശ്നത്തിന് മുഴുവൻ എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് ഈ പറയുന്ന രീതിയിൽ അൺലവബിൾ ആണ് അല്ലെങ്കിൽ അബാൻഡൻമെന്റ് കോർ ബിലീഫ് ഉള്ള ഒരാൾ, സ്കീമ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് സ്കീം എന്താണെന്നുള്ളതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സ്കീമ എന്ന് നമുക്ക് ഇപ്പോൾ തൽക്കാലം പറയാം, അല്ലെങ്കിൽ കോർ ബിലീഫ് എന്ന് തന്നെ പറയാം. അബാൻഡൻമെന്റ് കോർ ബിലീഫ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അൺലവബിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾ ഫോൺ എടുക്കാതിരിക്കുന്ന സമയത്ത് അത് അയാൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് അല്ല. അയാൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അയാൾക്ക് ഇന്ന ഇഷ്ടമാവാത്തത് കൊണ്ടാണ്, ഇന്നലത്തെ പ്രശ്നത്തിൽ അയാൾ എന്നോട് ഡിസപ്പോയിന്റഡ് ആണ് എന്ന് പറയുന്ന റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് രീതിയിലാണ് ഇയാൾ റിയാക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 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 വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്, അയാൾ ഫോൺ എടുത്തിട്ട് അതിനെ സംസാരിച്ച് അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അയാളുടെ ഭാഗത്തിന് ന്യായിച്ച് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതാണ്, ഇതാണ് സോറി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ വിളിച്ചുകൊണ്ടിരിക്കണം. അത് വിളിക്കാതെ ഇയാൾക്ക് സമാധാനമില്ല. കാരണം ഞാൻ അളവബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റേ ആളിനെ വിട്ടേച്ച് പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട്. വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്ത് ഫീൽ ചെയ്യും? എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഇറിറ്റേഷൻ. ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, അയാൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ പറയുന്ന സംഗതി കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്ക് പിന്നെയും ദേഷ്യം പിടിക്കും. അതിനെ ചൊല്ലി വീണ്ടും വഴക്കുണ്ടാവും. ഈ വഴക്ക് മൂത്ത് സ്വാഭാവികമായിട്ടും ഈ റിലേഷൻഷിപ്പ് മിക്കവാറും എന്തിലേക്ക് എത്തും? ബ്രേക്കപ്പിലേക്ക് എത്തും. അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ താങ്ങാതെ, നെഗറ്റീവ് എനർജി തീരെ താങ്ങാൻ പറ്റാതെ മറ്റേ ആൾ ഇയാളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പേഴ്സൺ എ, അയാൾ വിശ്വസിക്കുന്നത് ഞാൻ അൺലവബിൾ ആണ് എന്നുള്ളതാണ്. മറ്റേ ആളുകൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ കോർ ബിലീഫ് പിന്നെയും സ്ട്രോങ് ആവും. കാരണം എന്താണ്, അവരെന്നെ അവോയ്ഡ് ചെയ്യാണ്, ആരും എന്നെ കൂടുതൽ കാലം എന്നെ കൂടെ കൊണ്ട് നടക്കുന്നില്ല, എപ്പോഴും പ്രശ്നമാണ്, ഞാൻ സംസാരിക്കുന്ന സമയത്തൊക്കെ തല്ലുണ്ടാവുന്നു, ഇത് ഞാൻ അൺലവബിൾ ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന ഈ കോർ ബിലീഫ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അതായത് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് ഒരു റിയാക്ഷൻ ഉണ്ടാക്കും. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ കോർ ബിലീഫിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള, കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുക. ആ റെസ്പോൺസ് ഇറ്റ്സെൽഫ് അല്ല, ആ റെസ്പോൺസ് ഒരു പക്ഷെ എന്തായിരിക്കും, ഒരു
മറ്റേ ആളുടെ റിയാക്ഷനിൽ നിന്നൊക്കെ ആയിരിക്കും എന്തുണ്ടാക്കുന്നത്, ഈ കോർ ബിലീഫ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുന്നത്. ഇന്റർമീഡിയറ്റ് ബിലീഫ് ഉണ്ടാവുന്നത് കോർ ബിലീഫിൽ. ഓക്കെ, കോർ ബിലീഫ് ഇന്റർമീഡിയറ്റ് ബിലീഫ്സ് ഉണ്ടാക്കും. ഈ രണ്ട് പറയുന്ന സാധനങ്ങളും കൂടി കൂടിയിട്ടാണ് ഓരോ സിറ്റുവേഷനിലും ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് കാരണം നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഇമോഷൻസ്, ആ ഇമോഷൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ബിഹേവിയറൽ റെസ്പോൺസസ്, ആ റെസ്പോൺസ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ്, ഈ റിയാക്ഷൻസ് പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് സാധനങ്ങൾ നമ്മളുടെ കോർ ബിലീഫിനെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന രീതിയിലാണ് നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് സൈഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സോറി, ഈ കോഗ്നിറ്റീവ് സൈഡും നമ്മളുടെ ബിഹേവിയറൽ സൈഡും ലിങ്ക്ഡ് ആവുന്നത് ഈ പറയുന്ന ഒരു ഭാഗത്താണ്. അതായത് കൊഗ്നീഷനിൽ നമ്മളുടെ കോർ ബിലീഫ് നെഗറ്റീവ്സ് ആണ്, നമ്മളുടെ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ നിന്നും വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടും ഓരോ സിറ്റുവേഷനിലും വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത്രയും സൈഡാണ് അതിന്റെ ഒരു കൊഗ്നിറ്റീവ് സൈഡിലേക്ക് വരുന്നത്. ഇതിന്റെ കൂടെ നമുക്കൊരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവുന്നു. ആ ഇമോഷണൽ റിയാക്ഷനിൽ നിന്നും വരുന്ന നമ്മളുടെ ബിഹേവിയറൽ റിയാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, അതൊരു നമ്മളുടെ ബിഹേവിയറൽ സൈഡാണ്. ഈ ബിഹേവിയറൽ സൈഡ് ഈ പറയുന്ന പ്രശ്നത്തിനെ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആള് ഇവരുടെ വിചാരിക്കുന്ന രീതിയിലേക്ക് അല്ലാത്തത് കൊണ്ട് മറ്റുള്ള ആളുകൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. ആ ഫ്രസ്ട്രേഷൻ പതുക്കെ ഈ പേഴ്സൺ എയിമെ അബാൻഡൻ ചെയ്യാനും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനുമുള്ള കാരണത്തിലേക്ക് എത്തിക്കുന്നു. അത് ഇയാളുടെ കോർ ബിലീഫിനെ വീണ്ടും സ്ട്രോങ് ആക്കുന്നു. ഈ പറയുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫങ്ഷനിങ് ഉണ്ടാവുക. ഇനി ഒരു ഡിപ്രസീവ് പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കുന്നത് ഞാൻ വേർത്ത്ലെസ് ആണ് എന്നുള്ളതായിരിക്കാം. വേർത്ത്ലെസ് ആണെന്ന് തോന്നുന്നു, ഇൻകോമ്പിറ്റന്റ് ആണെന്ന് തോന്നുന്നു, ഞാൻ ഭയങ്കര ഇനി ഹോപ്പ്ലെസ് ആണ്, ഇതിൽ നിന്ന് പ്രത്യേകിച്ച് രക്ഷപ്പെടാനൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അയാൾ എത്തുന്നു. അയാൾ ഭയങ്കര ഒന്നിനും കൊള്ളൂലാത്ത വേർത്ത്ലെസ് ആണ്, ജീവിച്ചത് തന്നെ വെറുതെയാണ്, ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത രീതിയിലാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് അയാൾ എത്തുന്നു. അയാൾക്ക് ഉണ്ടാവുന്ന ബിലീഫ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയുന്നത്, ഈ ഇന്റർമീഡിയറ്റ് ബിലീഫ് നിങ്ങൾക്ക് ഇങ്ങനെ ബിലീഫ് ഉണ്ടോ എന്ന് ചോദിച്ചാലൊന്നും കിട്ടുന്ന സാധനമല്ല കേട്ടോ. അവർക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല അയാൾക്ക് അങ്ങനത്തെ ഒരു റൂൾ ഉണ്ട് എന്നുള്ളത് അയാൾക്കൊരു ധാരണ ഉണ്ടാവില്ല. അത് നമ്മൾക്ക് മനസ്സിലാവുകയാണ് ചെയ്യാൾ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ നിന്ന്. അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ വീട്ടിൽ നിന്ന് അയാൾക്ക് കംപ്ലീറ്റ്ലി വേർത്ത്ലെസ് ആണ് എന്ന് പറയുന്ന ഫീലിംഗ് ആണ് അയാൾക്കുള്ളത്. അയാൾ വീട്ടിൽ നിന്നും അയാളുടെ അനിയനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അയാളോട് ഒരു 100 രൂപക്ക് ചോദിക്കുന്നു. 100 രൂപക്ക് ചോദിക്കുന്ന സമയത്ത് അയാൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് അയാൾക്ക് ഓൾറെഡി വേർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അനിയൻ ഓക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു 100 രൂപ പോലും അനിയൻ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ പറ്റുക? അയാളുടെ ആ കോർ ബിലീഫ് വീണ്ടും സ്ട്രോങ് ആവുന്നു, അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ് തോട്ട്സ് വീണ്ടും സ്ട്രോങ് ആവുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ അയാളുടെ ഇമോഷൻ മൊത്തം നെഗറ്റീവായിട്ട് നിൽക്കുന്നു. അയാൾക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, അയാൾക്ക് ജോലി നല്ലോണം ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് പ്യുവർ ആവുന്നു, ജോബിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അയാൾ ബോസിന്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടുന്നു, ജോബ് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, സ്വാഭാവികമായിട്ടും അയാളുടെ സാലറി കട്ടാവുന്നു, വീണ്ടും അയാൾ പൈസ ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. ഇയാൾ വേർത്ത്ലെസ് ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻകോമ്പിറ്റന്റ് ആണ്, ഒന്നിനും കൊള്ളൂല എന്ന് പറയുന്ന കോർ ബിലീഫ് വീണ്ടും സ്ട്രോങ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു കൊഗ്നിറ്റീവ് സൈഡിൽ നമ്മളുടെ കോർ ബിലീഫ്, ഇന്റർമീഡിയറ്റ് ബിലീഫ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, അതിന്റെ പുറത്തേക്ക് അതുകൊണ്ടുണ്ടാവുന്ന ബിഹേവിയറൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള കോർ ബിലീഫിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളുടെ ബിഹേവിയറൽ റെസ്പോൺസും കൂടി ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സൈക്കിള് കൂടിക്കൊണ്ടിരിക്കും. അത് ആഴ്ചകൾ, മാസങ്ങളാകും. നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചു തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിച്ചു തുടങ്ങും. പേഴ്സണൽ ലൈഫിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്ക്, ഭക്ഷണം കഴിക്കുക, സെൽഫ് കെയർ പോലെയുള്ള സാധനങ്ങളെ ബാധിക്കും. പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലുള്ള പാരൻസ് അല്ലെങ്കിൽ സ്പോസ്, മക്കളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിച്ചു തുടങ്ങും. സോഷ്യൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക, സോഷ്യൽ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുക എന്നുള്ള രീതിയിലേക്കൊക്കെ അത് മാറും. സ്വാഭാവികമായിട്ടും അയാൾ കംപ്ലീറ്റ്ലി ഡിസ്ഫങ്ഷണൽ ആവും. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മളതിനെ ഒരു ഡിസോർഡർ ആണ് എന്നുള്ളത് പറയുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ
എന്താണ് CBT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോഗ്നിറ്റീവ് സൈഡിനെയും ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ട് അയാൾക്ക് ഉണ്ടാവുന്ന ബിഹേവിയറൽ സൈഡിനെയും ഹാൻഡ് ടു ഹാൻഡ് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് CBTയിൽ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ ഒറ്റ സെന്റൻസിൽ അത് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ. ഇനി എങ്ങനെയാണ് കോഗ്നിറ്റീവ് സൈഡിൽ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് കൊടുക്കുക, ബിഹേവിയറൽ സൈഡിൽ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് കൊടുക്കുക എന്നുള്ളത്, ജനറലി എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ വരുന്ന 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? സാർ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് അതൊന്ന് പറയാമോ സാർ? റീഇൻഫോഴ്സ്മെന്റിലോട്ട് എങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കി. എങ്ങനെ? ഇവിടെ റിയാക്ഷൻ ഇമോഷൻ ഉണ്ടാവും, അതിനനുസരിച്ച് റിയാക്ഷനും അതിന്റെ ഒരു കോൺസിക്വൻസ്. പിന്നെ ആ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ വരുന്നതെന്ന് നമ്മുടെ ഈ മോഡലിൽ സാർ. റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത് ഒരു ബിഹേവിയറൽ തെറാപ്പിയിൽ പറയുന്ന ഒരു ടേം ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അറിയുന്നുണ്ടാവും, എന്നാൽ പോലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവാട്ടോ, ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ അവിടെ വേണ്ടി. അറിയാം സാർ, അതറിയാം. പക്ഷെ ഇവിടെ അതെങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായില്ല, അതാണ്. ഓക്കെ, റീഇൻഫോഴ്സ് ചെയ്യുന്നത്, ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഞാൻ വേർത്ത്ലെസ് ആണ് എന്ന് തോന്നുന്നു, വേർത്ത്ലെസ് ആണ് എന്ന് ഓൾറെഡി എനിക്ക് കോർ ബിലീഫ് ഉണ്ട്. ഒരു സിറ്റുവേഷൻ വരുന്നു, എനിക്കതിനെ നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നു, എനിക്കതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് അയാൾക്ക് വരുന്ന തോട്ട്, ഈ പറയുന്ന ചെറിയൊരു സാധനത്തിനെ പോലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നൊന്നിനും കൊള്ളൂല എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് വരുന്നു. അപ്പോൾ അയാളുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര സാഡാണ്. അയാൾ സങ്കടപ്പെടുന്ന സമയത്ത് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനം എന്ത് ചെയ്യുന്നു, ഈ ചെറിയ സാധനം പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വേർത്ത്ലെസ് ആണ്. വീണ്ടും ആ വേർത്ത്ലെസ് ആണ് എന്ന് പറയുന്നതിലേക്ക് തന്നെയാണ് ഇയാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാധനം എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. പെർഫോമൻസ് ആങ്സൈറ്റി ഉള്ള ഒരാൾ, അയാൾ വിചാരിക്കുന്നത് ഞാൻ എങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അയാൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു, സ്റ്റേജിലേക്ക് കയറുന്നു, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു, അയാൾക്ക് ആങ്സൈറ്റി ഹിറ്റ് ചെയ്യുന്നു. അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ പെർഫോം ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും അയാളുടെ തോട്ട്. അയാൾ എന്ത് ചെയ്യുന്നു, ചുറ്റുപാടും നോക്കുന്നു, 2-3-4 ആളുകളൊക്കെ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അയാൾ കാണുന്നില്ല. ഒരാൾ കൊട്ട വിടുന്നത് അയാൾ കാണുന്നു, ഒരാൾ തലയും താത്തിയിരിക്കുന്നതായിട്ട് അയാൾ കാണുന്നു. അയാൾ ഓൾറെഡി ഈ 2 സാധനങ്ങളും കാണുന്ന സമയത്ത് തന്നെ അയാൾ ഉറപ്പിച്ചു എന്ത്, അയാളുടെ പെർഫോമൻസ് ഭയങ്കര പ്യുവർ ആണ് എന്നുള്ളത് അയാൾ ഉറപ്പിച്ചു. അയാൾക്ക് നെഗറ്റീവ് തോട്ട്സ് വീണ്ടും ഹിറ്റ് ചെയ്യുന്നു, ഞാൻ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്. ആ നെഗറ്റീവ് തോട്ട്സ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും അയാളുടെ അറ്റൻഷൻ മുഴുവൻ അയാളുടെ പെർഫോമൻസിൽ നിന്നും മാറിയിട്ട് മറ്റുള്ള ആളുകൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലേക്കായിരിക്കും, അയാളുടെ ആങ്സൈറ്റി സിംറ്റത്തിലേക്കായിരിക്കും. അയാളുടെ പെർഫോമൻസ് പ്യുവർ ആവും, സ്വാഭാവികമായിട്ടും അയാളുടെ പെർഫോമൻസിന് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും, തപ്പിത്തടയാൻ തുടങ്ങും, അല്ലെങ്കിൽ പറയുന്നതിനൊരു ഫ്ലോ കിട്ടാതെയാകും, അയാൾക്ക് ചിലപ്പം PPT നല്ലോണം മാറ്റാൻ പറ്റാതെയാകും. ഈ പറയുന്ന ഇതിനെയാണ് നമ്മൾ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഈ കോൺസിക്വൻസ് സ്വാഭാവികമായിട്ടും അയാളുടെ ഇൻകോമ്പീറ്റൻസ് എന്ന് പറയുന്ന കോർ ബിലീഫിനെ റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. ക്ലിയർ അല്ലേ? യെസ് സർ, ക്ലിയർ ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇന്നിപ്പോ എടുത്ത ആദ്യത്തെ സെഷനാ, ഇനി അടുത്ത സെഷൻ വരാൻ പോകുന്നു പറഞ്ഞില്ലേ? അതെ, ഇനി 2 സെഷനും കൂടി ഉണ്ടാവും. നാളെയും മറ്റന്നായിട്ടാണോ സെയിം ടൈം? അതെ. ഓക്കെ. ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും സാറേ? യെസ്, ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. താങ്ക് യു. യൂട്യൂബിൽ ഉണ്ടാവും അല്ലേ? അതെ, നമ്മള് ലിങ്ക് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ. ഇന്ന് തന്നെ ഷെയർ ചെയ്യോ? ഇല്ല, നമുക്ക് അതിന്റെ എഡിറ്റിംഗ് പ്രോസസ് ഒക്കെ ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കും എപ്പോഴാണ്. സാർ, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞില്ലേ? തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നാളെ. സാർ PPT ഷെയർ ചെയ്യോ?
PPT ഷെയർ ചെയ്യാം. PPT നമ്മൾ ഫുള്ള് തീർന്നിട്ട് ഒന്നിച്ച് ഷെയർ ചെയ്താലോ? ഓക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോ. ഇപ്പൊ ക്ലിയർ ആവുന്ന. വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു സാർ. പ്രത്യേകിച്ച് എല്ലാ കോൺസെപ്റ്റ്സും സാർ എക്സാമ്പിൾസ് പറയുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ നല്ല ക്ലിയർ ആയിരുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ എഫേർട്ട്. താങ്ക് യു. ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. വാട്ട് ഇഫ് ദ സിറ്റുവേഷൻ എൻഡ്സ് അപ്പ് ഇൻ സംതിങ് പോസിറ്റീവ്? ഈ കോർ ബിലീഫ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ടേൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ അതിന് അറ്റൻഷൻ കൊടുക്കില്ല. അറ്റൻഷണൽ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളത്. എന്തെങ്കിലും പോസിറ്റീവായിട്ട് എൻ്റെ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി സംഭവിച്ചതായിട്ട് അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയും. ഡിപ്രഷന്റെ ടേമിൽ പറയുന്നതാണ് സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ. അതായത് ബോട്ടിൽ നെക്ക് പോലെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അയാളുടെ ഉള്ളിലേക്ക് എടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് സംഭവിക്കുക. ഇനി അതല്ല, ഒരാള് ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ പെർഫോമൻസ് ആങ്സൈറ്റി ആണെന്ന് വിചാരിക്കുക. അയാള് എന്ത് ചെയ്തു, നല്ലോണം പെർഫോം ചെയ്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ ഇറങ്ങിപ്പോന്നു. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയും ലക്കാണ് എന്ന് പറയും. അതായത് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയൂലേ, അത് മിക്കവാറും അവരെന്ത് ചെയ്യും, നല്ലോണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആയിരിക്കും. എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിരിക്കും. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇന്റർമീഡിയറ്റ് ബിലീഫ് ഒരു ആങ്സൈറ്റി കേസിൽ എക്സാമ്പിൾ പറയൂ. ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ പറയുന്ന അയാളുടെ സോഷ്യൽ ആങ്സൈറ്റിയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് അയാൾക്ക് സംസാരിക്കുന്ന സമയത്ത് ഒരു ഫ്ലോ ഇല്ല എന്നുള്ളതാണെന്ന് വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ. അപ്പൊ അയാൾ വിശ്വസിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഷുഡ് ആർട്ടിക്കുലേറ്റ് മൈ സെന്റൻസ് വെൽ പെർഫെക്റ്റ്ലി. ഞാൻ പറയുന്ന എല്ലാ സെന്റൻസും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതിൽ യാതൊരു മിസ്റ്റേക്സും വരാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഓക്കെ എന്നുള്ളതായിരിക്കും. കൺസൾട്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൺസൾട്ടേഷൻ ഉണ്ട്. കോർഡിനേറ്റർ ഒന്ന് നമ്പർ കൊടുക്കാം കേട്ടോ. സർ, ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സാമ്പിൾസും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, പറയാം. ഓക്കെ, താങ്ക് യു. കുറച്ചും കൂടി കൂടുതൽ എക്സാമ്പിൾസ് ആഡ് ചെയ്യണോ? കേസസ്? അതെ, സാറിന് കേസ് ഹാൻഡിൽ ചെയ്ത് പരിചയം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ സാറ് ഒന്ന് ആ എക്സ്പീരിയൻസും കൂടെ ഇടയ്ക്ക് ഒന്ന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്, അപ്പോൾ കുറച്ചും കൂടെ അത് യൂസ്ഫുൾ ആവും. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ എന്താണെങ്കിലും നമുക്ക് ഓരോ കോഗ്നിറ്റീവ് സൈഡ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മൾ കേസുകൾ ആഡ് ചെയ്യാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ആളുകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കോർ ബിലീഫ് ഉണ്ടാവുന്നത്? അത് നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് അത് ഡെവലപ്പ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് അയാളുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിട്ട് അച്ഛൻ ഡിവോഴ്സ് ആയിട്ട് പോയി, കുട്ടി അമ്മയുടെ കൂടെ ആണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, അമ്മ വേറെ കല്യാണം കഴിക്കുന്നു. ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. അമ്മ വേറെ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ മോളോടുള്ള ഒരു അടുപ്പം പോകുന്നു. വേറൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ മോളോടുള്ള അടുപ്പം പോകുന്നു. അറ്റൻഷൻ മുഴുവൻ രണ്ടാം അച്ഛനിലുള്ള കുട്ടിയിലേക്ക് പോകുന്നു. ഈ കുട്ടിക്ക് അത്രത്തോളം അറ്റൻഷൻ കിട്ടുന്നില്ല. ഒരു സമയം കഴിയുന്ന സമയത്ത് അമ്മ ഈ കുട്ടിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ആ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടേണ്ടിയിരുന്ന ഒരു ഫിഗേഴ്സ് ആണ് അമ്മ എന്ന് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ പോയി, അമ്മൻ്റെ നിന്നുള്ള അറ്റൻഷനും പോയി. ഈ പറയുന്ന ഒരു സാധനം റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര അൺസ്റ്റേബിൾ ആണ് എന്ന് പറയുന്ന കോർ ബിലീഫ് അയാൾക്ക് ഉണ്ടാക്കാം. ഈ സിറ്റുവേഷൻ മാത്രമല്ല, ഇങ്ങനെ ഒരു സാധനം, ഒരു ഐഡിയ അയാളുടെ തലയിൽ ഉണ്ടാവുന്നു.
പിന്നീട് അയാൾ കാണുന്ന ഓരോ റിലേഷൻഷിപ്പ് കേസുകളിലും അയാൾ ഇന്ററാക്ട് ചെയ്യുന്ന ഓരോ ആളുകളിലും ഇതേപോലെയുള്ള ഒരു കടന്നുവരവും കൊഴിഞ്ഞുപോക്കും ഇയാൾ വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്ക് ഈ പറയുന്ന കോർ ബിലീഫ് ഉണ്ടാവും. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, എപ്പോഴും അബാൻഡൻമെന്റ് സംഭവിക്കാം എന്ന് പറയുന്ന ഒരു കോർ ബിലീഫ് അയാൾക്ക് ഉണ്ടാക്കാം. അയാൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഒരാള് വീട്ടില് പാരന്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് വിചാരിക്കാം. സ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം അയാൾ ചെയ്യുന്ന എന്താണ് നല്ല കാര്യങ്ങൾക്ക്, അതായത് ഗുഡ് ഡീഡ്സിനൊന്നും യാതൊരു റെക്കഗ്നിഷനും അപ്രീസിയേഷനും ഒന്നും കിട്ടുന്നില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്നത് മുഴുവൻ പണിഷ്മെന്റ് 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 മാത്രമാണ്. സ്വാഭാവികമായിട്ടും അയാളെ കുറിച്ച് വിശ്വസിക്കുന്നത് അയാൾ എന്തോ ഡിഫക്റ്റീവ് ആണ് എന്നുള്ളതായിരിക്കും. മറ്റുള്ള കുട്ടികളെ നോക്കുന്ന സമയത്ത് അത്ര ചീത്തൊന്നും കേൾക്കുന്നതായിട്ട് ഇയാൾ അറിയുന്നില്ല, ഭയങ്കര ഹാപ്പി, ഓക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും ചീത്ത കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഐ ആം ഡിഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു കോർ ബിലീഫ് അയാൾക്ക് ഡെവലപ്പ് ചെയ്യാം. കോർ ബിലീഫ് എന്ന് പറയുന്നത് അയാൾക്ക് അയാളെ കുറിച്ച്, അയാളുടെ ഭാവിനെ കുറിച്ച്, അയാളുടെ ചുറ്റുപാടിനെ കുറിച്ച്, അയാളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒക്കെ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു, നമുക്ക് വേണമെങ്കിൽ ഒറ്റ സെന്റൻസിൽ പറയാൻ പറ്റുന്ന ഒരു ബിലീഫാണ്. ഐ ആം ഡിഫക്റ്റീവ്, ഐ ആം ഇൻകോമ്പീറ്റന്റ്, ഐ ആം അൺലവബിൾ, ഐ ആം വർത്ത്ലെസ്, ഐ ആം ഹോപ്പ്ലെസ്, മൈ ലൈഫ് ഈസ് ഹോപ്പ്ലെസ്, ദ വേൾഡ് ഈസ് ഇൻജസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് കോർ ബിലീഫ് എന്ന് പറയുന്നത്. ഈ കോർ ബിലീഫ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കോർ ബിലീഫ് ഇങ്ങനെ ആവരുത് എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കുന്ന കുറച്ച് അസംഷൻസ്, റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് ഞാൻ ഇങ്ങനെയാണെങ്കിലാണ് ഞാൻ പെർഫെക്റ്റ്, ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് ഇന്ന സംഗതികൾ സംഭവിച്ചാലാണ് എൻ്റെ ലൈഫ് ഗുഡ്, അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഗുഡ് അല്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അയാൾ വിശ്വസിക്കുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും എന്നോട് നല്ല രീതിയിൽ പെരുമാറണം, ആ പെരുമാറിയാൽ മാത്രമേ ഞാൻ ആ പെരുമാറി കഴിഞ്ഞാൽ ഞാൻ നല്ലതാണ് എന്നാണ് അർത്ഥം. അതല്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതല്ല എന്നാണ് അർത്ഥം. ഈ പറയുന്ന ഒരു റൂളിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയാം. ക്ലിയർ ആണോ? How to incorporate cultural sensitivity into CBT practice with the children from diverse background, different nationality? വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. കൾച്ചറൽ സെൻസിറ്റിവിറ്റി CBT പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ഡിസ്കഷൻ ആവശ്യമുള്ള ടോപ്പിക് തന്നെയാണിത്. എങ്ങനെയാ അത് കൊണ്ടുവരാൻ പറ്റുക? അത് കുറെ ലിമിറ്റേഷൻ, നമുക്കൊരു പിന്നത്തേക്ക് വെച്ചാലോ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ? അഹമ്മദ് സി, കുറച്ചും കൂടി ഒരു വേറിട്ട ടോപ്പിക് അല്ലേ അത്? ഓക്കെ അല്ലേ അഹമ്മദ് സി? ഓക്കെ, അതെ. ഒമാനിൽ വെൽനസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അതൊരു കുറച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു എത്തിക്കൽ കൺസേൺ ഒക്കെ, നമ്മൾ സൈക്കോതെറാപ്പിയുടെ എത്തിക്കൽ കൺസേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ കൾച്ചറൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അത് തെറാപ്പിസ്റ്റ് ഭയങ്കര കൾച്ചറലി സെൻസിറ്റീവ് ആവണം എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ കൺസേൺ തന്നെയാണ്. അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത്ര നമ്മൾ നാഷണാലിറ്റിയിലേക്കൊന്നും പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇപ്പം കറന്റ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലാണ്. ഡൽഹിയിലുള്ള ആളുകൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തെറാപ്പി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മളുടെ കൾച്ചറും ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചറും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കൾച്ചറും ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിനെങ്ങനെയാണ് നമ്മൾ CBTയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ സെൻസിറ്റീവ് ആവുക എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഓരോ കൾച്ചറിലും പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു കൾച്ചറൽ സൈഡ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായാലായിരിക്കും ഒരു പക്ഷേ ഈ CBT അവിടെ നമുക്ക്, CBTന്റെ പ്രശ്നമല്ല, അത് ഏതൊരു തെറാപ്പിയാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ.
CBT ശരിക്കും കൊഗ്നീഷനെ ബിഹേവിയർ കൊണ്ട് ചികിത്സിക്കലാണോ? അല്ല, CBTയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ കോഗ്നിറ്റീവ് സൈഡിലുള്ള ഡിസ്റ്റോർഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതായത് അയാളുടെ കോർ ബിലീഫിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്, അയാൾക്ക് എങ്ങനെയൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ബിലീഫ് ഉള്ളത്, ഓരോ സിറ്റുവേഷനിലും അയാൾക്കുള്ള നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയൊക്കെയാണ് എമേർജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, അതിൽ നിന്നാണ് ഈ ഇമോഷൻസ് അയാൾക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള ഐഡിയ നമ്മൾ ആദ്യം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ കോഗ്നിറ്റീവ് മോഡലിൽ സിറ്റുവേഷൻ അല്ല ഇമോഷൻസ് ഉണ്ടാക്കുന്നത്, ഓട്ടോമാറ്റിക് തോട്ടാണ് ഇമോഷൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറയാനുള്ള കാരണം, ഇത് നമ്മൾ ക്ലയൻസിനാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, കോർ ബിലീഫ്സ്, ഇന്റർമീഡിയറ്റ് ബിലീഫ്, ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അയാളുടെ ബിഹേവിയേഴ്സ് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഈ തോട്ട്സിനെ അല്ലെങ്കിൽ ഇയാളുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഈ കൊഗ്നീഷനെ ചാലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് പറയുക. അതായത് അയാളുടെ കോർ ബിലീഫ് എത്രത്തോളം ശരിയാണ്, അയാൾക്ക് വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അയാളുടെ ഈ ഇന്റർമീഡിയറ്റ് ബിലീഫ്, അയാൾ ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ആണോ ഡിസ്ഫങ്ഷണൽ ആണോ, ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് അതിൽ എത്രത്തോളം എറേഴ്സ് ഉണ്ട് എന്നുള്ളതും എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഏതാണ് കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള ബിലീഫ്, അല്ലെങ്കിൽ നമ്മളുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഏതാണ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള തോട്ട് ഏതായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സൈമൾട്ടേനിയസ്ലി ഇയാളുടെ ബിഹേവിയേഴ്സും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഈ ബിഹേവിയറിനെ നമ്മൾ മാനേജ് ചെയ്യും. ബിഹേവിയറിനെ മാനേജ് ചെയ്യുകയും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കോഗ്നിറ്റീവ് സൈഡിനെയും കൂടി മാനേജ് ചെയ്യുന്ന സമയത്താണ് ഇയാൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള റിസൾട്ട് ഉണ്ടാക്കുക. ഇത് കൊഗ്നീഷനെ ബിഹേവിയർ കൊണ്ട് ചികിത്സിക്കുകയല്ല ചെയ്യുന്നത്, കൊഗ്നീഷനെയും നമ്മൾ റീസ്ട്രക്ചർ ചെയ്യും, ബിഹേവിയേഴ്സിനെയും നമ്മൾ മാനേജ് ചെയ്യും. അത് നമ്മൾ ഇങ്ങനെ ചെയ്യണം തോട്ട് ഇങ്ങനെ മാറ്റണം, ഇങ്ങനെ ചിന്തിക്കരുത്, ഇത് തെറ്റാണ് എന്ന് പറയല്ല ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് ഞാൻ അൺലവബിൾ ആണ് എന്ന്, അയാൾ കോർ ബിലീഫ്, അയാൾ വിശ്വസിക്കുകയാണ് അൺലവബിൾ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കുന്നത്, ഫൈൻ, നിങ്ങൾ അൺലവബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എന്തുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? അപ്പോൾ നമ്മളൊരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. ഞാൻ അങ്ങോട്ട് തീരുമാനിക്കല്ല അയാൾ അൺലവബിൾ ആണ് എന്ന് അയാൾക്ക് വെറുതെ തോന്നുകയാണെന്ന് ഞാൻ അസ്യൂം ചെയ്ത് ഞാൻ തീരുമാനിക്കുന്നതല്ല. നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് അയാൾക്ക് ഉണ്ടാകുന്ന എവിഡൻസ് എന്തൊക്കെയാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അയാളുടെ ലൈഫ് മൊത്തം ഇൻജസ്റ്റിസ് ആണ് അല്ലെങ്കിൽ അൺജസ്റ്റ് ആണെന്ന് അയാൾക്ക് ഫീൽ ചെയ്യുന്നു, സന്തോഷം അയാൾക്ക് കണ്ടെത്താനേ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരാൾ വരുന്നു. ഫൈൻ, നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ശരിയായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇതുപോലെയുള്ള ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്ര കാലമുള്ള ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഫൈൻ, നിങ്ങൾ അവസാനമായിട്ട് സന്തോഷിച്ച സമയം എപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയാൾക്ക് ഓർമ്മ തന്നെ ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അയാൾ സന്തോഷിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ചോദിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് ഹാപ്പി ആയിരുന്നോ, നിങ്ങൾ സന്തോഷം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കും. അയാൾ ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ വഴി അയാൾ ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് മെമ്മറീസ് അയാൾക്ക് ഉണ്ടാവും സന്തോഷിച്ചിട്ടുള്ള. നമ്മൾ ഈ ചോദിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ അയാൾ അതൊക്കെ കാണുന്നത്. അയാൾ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിസ്കാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയും സാധനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. അയാൾക്ക് വരുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് മൊത്തം ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ആ ഓട്ടോമാറ്റിക്കലി വരുന്ന തോട്ട്സ് മൊത്തം ഇങ്ങനെ ആക്യുറേറ്റ് ആണ്, തെറ്റാണ് എന്നുള്ളതല്ല നമ്മൾ വരുത്തിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാം. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവും പലപ്പോഴും അയാൾക്ക് വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അത് പലപ്പോഴും ഇനാക്യുറേറ്റ് ആണ്, എല്ലാ സമയത്തും ആക്യുറേറ്റ് അല്ല എന്ന് അയാൾക്ക് മനസ്സിലാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തോട്ടിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അയാളുടെ ബിഹേവിയർ പാറ്റേൺ, ആ ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ബിഹേവിയറൽ പാറ്റേൺ ശരിക്കും അയാൾക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹെൽത്തി ഡെയിലി ലൈഫ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കേസിൽ ഒരാൾ ഫോൺ എടുക്കുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പ്രശ്നം എസ്കലേറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അവിടെ പ്രശ്നം സോൾവ് ആവുന്നുണ്ടോ?
അയാൾ പറയാണ് സോൾവ് ആവണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്ന അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്തായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും. സ്വാഭാവികമായിട്ടും അയാൾ പറയും ഒരു വട്ടം വിളിക്കുക, എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കാനുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഓൾറെഡി ചലഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അയാൾ ബിസി ആയിട്ടായിരിക്കാം എന്ന് അയാൾക്ക് മനസ്സിലാവും. അപ്പൊ ഇയാളുടെ ബിഹേവിയറൽ സൈഡിൽ അയാൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ബിഹേവിയറൽ സൈഡിൽ റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. രണ്ടും ഹാൻഡ് ടു ഹാൻഡ് ആണ് പോവുക. CBT ഷോർട്ട് ടേം തെറാപ്പി ആണോ? എത്ര സെഷൻ വരെ ആവാം? CBT എന്ന് പറയുന്നത് വളരെ ഷോർട്ടല്ലേ. എങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 4-5 സെഷൻ എന്തായാലും എടുക്കും. ഇവാലുവേഷൻ സെഷൻ തന്നെ ചിലപ്പോൾ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആയിരിക്കാം. ഈ പറയുന്ന ഈ കോർ ബിലീഫ്, ഇന്റർമീഡിയറ്റ് ബിലീഫ്, നെഗറ്റീവ് തോട്ട്സ്, ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം. ബിഹേവിയറൽ സൈഡിനെ നമ്മൾ മാനേജ് ചെയ്യണം. എങ്ങനെയാണെങ്കിലും ഒരു 5+ സെഷൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എടുക്കാറുണ്ട്. പിന്നെ എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. മിക്കവാറും ആളുകൾക്ക് ഭയങ്കര ഇൻസൈറ്റ് ഒക്കെ ഉള്ള ആളുകളാണ്, ആൾക്ക് തോട്ടിന്റെ പ്രശ്നമാണ് എന്നുള്ളതൊക്കെ അറിയാമെന്നൊക്കെയാണ്. അത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഒരു ഡെയിലി ലൈഫ് ഫങ്ഷനിങ്ങിനെ അയാൾ ബാധിക്കുന്നില്ല, മാനേജബിൾ ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 സെഷൻസ് കൊണ്ട് തന്നെ തീർക്കാനൊക്കെ പറ്റും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CBT ആൻഡ് RE-CBT? RE-CBTനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര തൊറോ ആയിട്ടുള്ള ഒരു നോളജ് ഇല്ല. ഓക്കെ, ഐ ആം നോട്ട് ആൻ അതോറിറ്റി ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ സർ, നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷനിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അടുത്ത സെഷനിൽ. താങ്ക് യു ഓൾ. സോ താങ്ക് യു ഓൾ. കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. സോ താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ് വിത്ത് അസ് ടുഡേ. ഇന്ന് ഡീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതൊരു 3-day കോഴ്സ് ആണ്. സോ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തവർ തന്നെ നാളെയും മറ്റന്നാളെയും ജോയിൻ ചെയ്യാൻ നോക്കുക. ആ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ടോട്ടലി 3 days നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. സോ താങ്ക് യു സർ ഫോർ ജോയിനിങ് വിത്ത് അസ്. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ലൊരു തുടക്കമായിരുന്നു. നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് സർവൈവ് ചെയ്തു ആൻഡ് വി ആർ ഹിയർ. സോ ഇന്ന് നമ്മളൊപ്പം റിയലി സോറി ഫോർ ദാറ്റ്. ടെക്നിക്കൽ ഇഷ്യൂ എൻ്റെ സൈഡിൽ നിന്ന് വന്നതാണ്. സോറി. ഇറ്റ്സ് ഓക്കെ സർ. നമ്മളത് ഹാൻഡിൽ ചെയ്തല്ലോ. ഇറ്റ്സ് ഓക്കെ. സോ നമ്മൾ ഇതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആൾസോ നമ്മൾ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്കും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ അവർ കൈൻഡ്ലി അതൊന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. സോ താങ്ക് യു അതേഴ്സ് ഫോർ ജോയിനിങ് വിത്ത് അസ്. സോ നമുക്ക് നാളെ കാണാം. സോ എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ.